2022 വേൾഡ് കപ്പിനായി അർജന്റീന ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ മാക്കലിസ്റ്റർ എന്ന അർജന്റീനിയൻ താരം പകരക്കാരന്റെ റോളിൽ മാത്രമായിരുന്നു. സൗദി തന്ന ആദ്യ പ്രഹരത്തിൽ നിന്നും സ്കളോണി കണ്ട മാറ്റമാണ് ഇന്ന് ലോകം കാണുന്ന മാക്കലിസ്റ്റർ എന്ന വിശ്വവിഖ്യാത മധ്യനിരടക്കി വാഴുന്ന ഈ അവതാരം. ഒരുപക്ഷെ സ്കളോണി ലോക ഫുട്ബോളിന് നൽകിയ അതുല്യ വരദാനം എന്ന് തന്നെ പറയാം. ചരിത്രത്തിലേക്ക് വരാം. ലയണൽ സ്കളോണി എന്ന പരിശീലക വേഷം ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പിന്നിൽ നിന്ന് പരിഹസിച്ചവർ ഏറെയായിരുന്നു. പരിശീലനമോ അതിനപ്പുറമോ ഒന്നും തന്നെ കൈമുതലില്ലാത്തവനെന്ന് ചാപ്പ കുത്തപ്പെട്ടപ്പോൾ അയാൾക്ക് മുന്നിൽ മുന്നോട്ടുള്ള കാർമേഘങ്ങളെല്ലാം ഇരുണ്ടതായിരുന്നു. അവിടെ നിന്ന് 28 വർഷത്തിന്റെ മധുരമൂറും കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് കോപ്പയും ഫൈനലിസമയും ചേർത്തിയെഴുതുമ്പോൾ അന്നവർ പറഞ്ഞതെല്ലാം ശൂന്യതയുടെ നൂൽപ്പാലത്തിൽ പെട്ടുപോയത് നാം കണ്ടതാണ്. പക്ഷേ അവിടെയും തീരാത്ത കിരീടദാഹത്തിനായി ഖത്തറിൽ ഇറങ്ങുമ്പോൾ അയാൾ എഴുതിവെച്ച ടീമിൽ നിന്നും ലോസെൽസോ പുറത്തു പോകുമ്പോൾ ആവശ്യമായ പ്ലേസ്മെന്റ് ലോകം കണ്ടത് പപ്പു തന്നെയായിരുന്നു. എന്നാൽ സൗദിയിൽ എരിഞ്ഞമർന്ന ആവേശക്കനൽ പപ്പുവും പെരേഡസും തീർത്ത നിരാശയുടെ കായിക മോക്ഷമാണെന്ന ബോധ്യം സ്കളോണി മനസ്സിലാക്കിയതോടെ സ്കളോണി നൽകിയ പിറവിയാണ് പിന്നീട് നാം കണ്ട അർജന്റീനയുടെ മധ്യനിര നിയന്ത്രിച്ച മാക്കലിസ്റ്റർ. കൊണ്ടും കൊളുത്തും വാങ്ങിയും നെയ്തെടുത്ത ആ മധ്യനിര ലോക കിരീടവുമായി ഖത്തർ വിടുമ്പോൾ മാക്കലിസ്റ്റർ എന്ന ഒരു സ്വതസിദ്ധ കളിശൈലി തന്നെ രൂപപ്പെട്ടിരുന്നു. ലോസെൽസോയെ പോലെ മിഡ് അറ്റാക്കിങ്ങിന് കൂടെ ഡിഫൻസീവ് തേർഡ് കൂടി ഹോൾഡ് ചെയ്യണമെന്ന ദൗത്യം പപ്പു നിരാശപ്പെടുത്തിയപ്പോൾ 6 മത്സര പരിചയം മാത്രമുള്ള മാക്കലിസ്റ്ററിനെ ഏൽപ്പിക്കുമ്പോൾ ഒട്ടും നിനക്കാത്ത നിമിഷങ്ങളാണ് അയാൾ നമുക്കായി സമ്മാനിച്ചത്. അറ്റാക്കിംഗ് തേർഡിനെയും ഡിഫൻസീവ് തേർഡിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്ത് നീങ്ങുമ്പോൾ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില എബിലിറ്റികൾ നാം കണ്ടതാണ്. പോളണ്ടിനെതിരെ മെസ്സിക്ക് കാൽ വഴുതിയപ്പോൾ മാലാഗിയെ പോലെ രക്ഷകനായതും അയാളിലെ പ്രോ ആക്റ്റീവിനെ തെളിയിക്കുന്നതാണ്. സ്കളോണി ചെയ്തു വെക്കുന്ന ടാക്ടിക്സിനെ അതുപോലെ എക്സിക്യൂട്ടീവ് ചെയ്യാൻ മാക്കലിസ്റ്റർ പ്രാപ്തനാകുന്നതോടെ സ്കളോണി യൂണിവേഴ്സിലെ അതുല്യനായി മാറാൻ മാക്കലിസ്റ്ററിന് കഴിഞ്ഞു. കിരീടം തേടിയുള്ള അവസാന അംഗത്തിലും യഥാർത്ഥ മാക്കലിസ്റ്ററിന്റെ ലോകം നേരിൽ കണ്ടു. ഡെംബലയും ഗ്രീസിയും റാബിയോട്ടും ചൗമിനിയുമെല്ലാം സാധ്യമായ ഉൾവഴികളെ തിരയുമ്പോൾ അലിസ്റ്ററിന്റെ മധ്യനിര അതെല്ലാം അസാധ്യമാക്കിയതും നാം കണ്ടതല്ലേ. കാലം അയാളിൽ ഐതിഹാസികത ചാർത്തി തുടങ്ങിയിരിക്കുന്നു. ബ്രൈറ്റണിൽ നിന്നും ലിവർപൂളിലെത്തുമ്പോൾ അലസ്റ്ററിൽ നിന്നും ക്ലോപ്പും പലതും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. സ്കളോണിയുടെ പൊസിഷൻ അറ്റാക്കിൽ നിന്നും ക്ലോപ്പിന്റെ അഗ്രസീവ് അറ്റാക്കിംഗ് സ്റ്റൈലിലേക്ക് മാറുമ്പോൾ അലിസ്റ്റർ എന്ത് സാധ്യമാക്കുമെന്ന ചോദ്യം തന്നെ വേട്ടയാടിയിരുന്നു. പക്ഷേ തനിക്ക് സാധ്യമാകുന്ന എബിലിറ്റിയെ ക്ലോപ്പ് അയാളിലൂടെ സാധ്യമാക്കിയെടുത്തത് കണ്ടപ്പോൾ അത്ഭുതമായി തോന്നി. ഒരുപക്ഷെ പ്രോപ്പർ DM അല്ലാതിരുന്നിട്ടും ക്ലോപ്പ് അയാളെ പലപ്പോഴും ഡിഫൻസീവ് തേർഡിലും ഒഫൻസീവ് തേർഡിലും നിശ്ചയിക്കുമ്പോൾ അയാളത് പൂർണ്ണമാക്കി നൽകുന്നത് അത്ഭുതം തന്നെയല്ലേ. അതിനാൽ തന്നെ തിയാഗോ അൽക്കാൻഡ്രയും അതുപോലെ തന്നെ വൈനാൾഡമും സാധ്യമാക്കിയതിന്റെ തുടർ പതിപ്പാവാൻ കഴിഞ്ഞെന്നു തന്നെ പറയാം. അതെ, ഇത് അയാളുടെ തുടക്കമാണ്. 23-കാരനായ അലിസ്റ്റർ കരിയർ തുടങ്ങുന്നത് വേൾഡ് കപ്പിലൂടെ എന്ന് പറഞ്ഞാൽ അയാൾക്കിനി തെളിയിക്കാനും കാണിക്കാനും ഒരുപാടുണ്ട്. അർജന്റീന പ്രാദേശിക ലീഗുകളിലൂടെ ബ്രൈറ്റനും കടന്ന് ലിവർപൂളിലെത്തുമ്പോൾ അയാളുടെ മേൽവിലാസം ഏറെക്കുറെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അർജന്റീനിയൻ വസന്തഭൂമിയിൽ ഇനി അയാൾ വാഴുമെന്ന് പറയുന്നതിൽ എതിർപ്പുണ്ടാവുമെന്ന് കരുതുന്നില്ല. സാക്ഷാൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസതയുടെ 10ാം നമ്പറിന് അയാൾക്ക് ശേഷമുള്ള അവകാശിയായി അലിസ്റ്ററിനെ ലോകം വാഴ്ത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം അയാളുടെ മാന്ത്രികത ആൽബി സെലസ്റ്റുകളെയും ലോകത്തെയും ആനന്ദിപ്പിച്ച് തുടങ്ങിയിട്ടേയുള്ളൂ. കാലവും ലോകവുമെല്ലാം ആനന്ദിക്കാൻ പോകുന്നതേയുള്ളൂ. അലിസ്റ്റർ മാക്കലിസ്റ്റർ എന്ന വശ്യചാരുത ലോക ഫുട്ബോൾ പ്രജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.